ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിൽ നിന്നുള്ള ഒന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്, അറിയാനും പ്രതികരിക്കാനും. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 5ാം ക്ലാസ്, അതുപോലെ 7ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ ഒക്കെ ന്യൂ സിലബസ് പ്രകാരമുള്ള സയൻസ്, അതുപോലെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ ജീവശാസ്ത്രത്തിൽ നിന്നുള്ള ഒന്നാമത്തെ ചാപ്റ്ററാണ്, അറിയാനും പ്രതികരിക്കാനും. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ. അപ്പോൾ എന്താണ് ഉദ്ദീപനങ്ങളെന്ന് ചോദിച്ചാൽ, ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളെയാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. ശരീരത്തിനുള്ളിലുണ്ടാകുന്ന ഉദ്ദീപനങ്ങൾ ഏതൊക്കെയാണ്? വിശപ്പ്, ദാഹം എന്നിവയാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങൾ. അടുത്ത് നമ്മൾ പറയുന്നത് ഗ്രാഹികളെക്കുറിച്ചാണ്. അപ്പോൾ ഗ്രാഹികളെന്ന് പറഞ്ഞാൽ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലുമുള്ള സവിശേഷമായ കോശങ്ങൾക്ക് പറയുന്ന പേരാണ് ഗ്രാഹികൾ. അപ്പോൾ ഗ്രാഹികളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ, നമ്മുടെ ശരീരത്തിനുള്ളിലെ ഉദ്ദീപനങ്ങൾ നമ്മൾ പറഞ്ഞു, വിശപ്പ്, ദാഹം എന്നിവയാണ്. അപ്പോൾ ഇതുപോലുള്ള ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലുമുള്ള സവിശേഷമായ കോശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാഹികൾ എന്ന് പറയുന്നത്. ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിൽ എത്തുന്നതോടെ നടക്കുന്ന പ്രവർത്തനമാണ് പ്രതികരണ പ്രവർത്തനങ്ങൾ. അപ്പോൾ നമ്മൾ ഉദ്ദീപനങ്ങൾ ആര് സ്വീകരിച്ചു? ഗ്രാഹികൾ ഈ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ആ സന്ദേശങ്ങൾ എവിടെ എത്തും? തലച്ചോറിലെത്തും. അങ്ങനെ തലച്ചോറിലെത്തുന്നതോടെ നടക്കുന്ന പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്? പ്രതികരണ പ്രവർത്തനങ്ങൾ. പ്രതികരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ പ്രതികരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? നാഡീവ്യവസ്ഥ. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. അപ്പം നാഡീവ്യവസ്ഥയ്ക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? പ്രതികരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതും ആരാണ്? ഈ നാഡീവ്യവസ്ഥയാണ്. ഇനി നമ്മൾ നാഡീകോശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം. അപ്പോൾ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഏതാണ്? അതാണ് നാഡീകോശങ്ങളെന്ന് പറയുന്നത്. മറ്റെല്ലാ കോശങ്ങളെയും പോലെ നാഡീകോശത്തിനും എന്തൊക്കെയുണ്ട്? കോശസ്തരമുണ്ട്, കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ട്. അപ്പം നമുക്കറിയാം കോശങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? കോശസ്തരമുണ്ട്, കോശദ്രവ്യമുണ്ട്, അതുപോലെ ന്യൂക്ലിയസ് ഉണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ നാഡീകോശത്തിനും എന്തൊക്കെയുണ്ട്? ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ട്. കോശസ്തരം, കോശദ്രവ്യം, അതുപോലെ ന്യൂക്ലിയസ്, ഇതൊക്കെ ആർക്കുമുണ്ട്? നാഡീകോശങ്ങൾക്കും ഉണ്ട്. ഇനി നമ്മൾ പറയുന്നത് നാഡീകോശത്തിൻ്റെ മുഖ്യ ഭാഗങ്ങൾ ഏതൊക്കെയെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നാഡീകോശം എടുത്താൽ ആ നാഡീകോശത്തിന് ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത്? ഒന്നാമത് ഡെൻഡ്രൈറ്റ്, രണ്ടാമത്തേത് ഏതാണ്? ഡെൻഡ്രോൺ, മൂന്നാമത്തത് ശ്വാൻ കോശങ്ങൾ,
നാലാമതായി ആക്സോൺ, അഞ്ചാമത് എന്താണ് ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഇങ്ങനെ ഒരു നാഡീകോശത്തിൻ്റെ മുഖ്യ ഭാഗങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, ഷ്വാൻ കോശങ്ങൾ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ് മുതലായവ. എന്താണ്? ഇവയെല്ലാം ഒരു നാഡീകോശത്തിൻ്റെ മുഖ്യ ഭാഗങ്ങളാണ്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ഈ നാഡീകോശത്തിൻ്റെ ഘടനയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാഡീകോശത്തിൻ്റെ ഘടന അപ്പോൾ എന്തൊക്കെയാണ്? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ഷ്വാൻ കോശം, ഇവ മൂന്നിനെയും കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻഡ്രോണിൻ്റെ ശാഖകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? അപ്പോൾ നമ്മുടെ ഡെൻഡ്രോണിൻ്റെ ശാഖ അതാണ് ഏതെന്ന് പറയുന്നത്? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഇനി തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഈ ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻഡ്രോണിൻ്റെ ശാഖയാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റിൻ്റെ ജോലി എന്താ? തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും എന്ത് സ്വീകരിക്കുക? ആവേഗങ്ങളെ സ്വീകരിക്കുകയാണ് ആരുടെ ജോലി? അല്ലെങ്കിൽ സന്ദേശങ്ങൾ സ്വീകരിക്കുകയാണ് നമ്മുടെ ഡെൻഡ്രൈറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നത് ആരാണ്? ഡെൻഡ്രോൺ. അപ്പോൾ എന്താണ് ഡെൻഡ്രോൺ ചെയ്യുന്നത്? കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഈ തന്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ ഈ തന്തുക്കൾ, ഇതിനെ പറയുന്ന പേരാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്നത് ആരാണ്? അതാണ് ഡെൻഡ്രോൺ ചെയ്യുന്നത്. അപ്പോൾ ഡെൻഡ്രോണിൻ്റെ ജോലി എന്താണ്? ഈ ഡെൻഡ്രൈറ്റിൽ നിന്നുള്ള ആവേഗങ്ങളെ എവിടെ എത്തിക്കുക? കോശ ശരീരത്തിൽ എത്തിക്കുക. അതാണ് ആര് ചെയ്യുന്നത്? ഡെൻഡ്രോൺ ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഷ്വാൻ കോശങ്ങളെക്കുറിച്ചാണ്. ഈ കാണിച്ചിരിക്കുന്ന ഇതാണ് ഷ്വാൻ കോശങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് ഷ്വാൻ കോശങ്ങൾ. അപ്പോൾ എന്താ ഇവർ ചെയ്യുന്നത്? ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന ഇതാണ് ആക്സോൺ. അപ്പോൾ ഈ ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന ഈ കോശങ്ങൾക്ക് പറയുന്ന പേരാണ് ഷ്വാൻ കോശങ്ങൾ. അപ്പോൾ ഷ്വാൻ കോശങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്നതാണ് ആര്? ഷ്വാൻ കോശങ്ങൾ. അപ്പോൾ ഇവിടെ മൂന്നെണ്ണം നമ്മൾ നാഡീകോശത്തിൻ്റെ ഘടനയിൽ 3 പേരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഡെൻഡ്രൈറ്റ്, ഒന്നാമത് ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞു. ഡെൻഡ്രൈറ്റ് ആരാണ്? നമ്മുടെ ഡെൻഡ്രോണിൻ്റേതാ ഇതേപോലുള്ള ഡെൻഡ്രോണിൻ്റെ ശാഖകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ജോലി എന്താണ്? തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് എന്തിനെ സ്വീകരിക്കുക? സന്ദേശങ്ങൾ സ്വീകരിക്കുകയാണ് ആരുടെ ജോലി? നമ്മുടെ ഡെൻഡ്രൈറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞു. ഇനി ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ആര്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ എങ്ങോട്ടെത്തിക്കുക? കോശ ശരീരത്തിൽ എത്തിക്കുകയാണ് ആരുടെ ജോലി? നമ്മുടെ ഡെൻഡ്രോണിൻ്റെ ജോലി. ഇനി ഷ്വാൻ കോശത്തിൻ്റെ പ്രത്യേകത എന്താണ് പറഞ്ഞത്? ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്നതാണ് ഷ്വാൻ കോശങ്ങളെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ പറയുന്നത് ആക്സോണിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് എന്തെന്ന് പറയുന്നത്? ആക്സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഈ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ ഈ തന്തുവിന് നമ്മൾ പറയുന്ന പേരാണ് ആക്സോൺ. കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നതാരാണ്? അത് ആക്സോണാണ്. അപ്പോൾ ആക്സോണിൻ്റെ ജോലി എന്താ? കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നത് നമ്മുടെ ആക്സോണാണ്. ഇനി നമ്മൾ പറയുന്നു ആക്സോണൈറ്റ്.
ആക്സോണിൻ്റെ ശാഖകൾക്ക് പറയുന്ന പേരാണ് എന്ത്? ആക്സോണൈറ്റ് എന്ന് പറയുന്നു. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലെത്തിക്കുന്നത് ഇതാണ് സിനാപ്റ്റിക് നോബ്. അപ്പോൾ ഈ ഉണ്ടകൾ പോലുള്ള സാധനമാണ് സിനാപ്റ്റിക് നോബ്. ഈ ആവേഗങ്ങളെയൊക്കെ സിനാപ്റ്റിക് നോബിലെത്തിക്കുന്നത് ആരാണ്? നമ്മുടെ ആക്സോണൈറ്റാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നു എന്താണ് സിനാപ്റ്റിക് നോബ്. അപ്പോൾ ഈ ഉണ്ടകൾ പോലുള്ള ഇതാണ് സിനാപ്റ്റിക് നോബ്. ആക്സോണിൻ്റെ അഗ്രഭാഗം, ഇതല്ലേ ആക്സോൺ. അപ്പോൾ ഇതിൻ്റെ അഗ്രഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. നാഡീയ പ്രേക്ഷകം സ്രവിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ സിനാപ്റ്റിക് നോബിൽ നിന്നാണ്. അപ്പം നാഡീയ പ്രേക്ഷകങ്ങൾ സ്രവിക്കുന്നത് ആരാണ്? സിനാപ്റ്റിക് നോബാണ്. അപ്പം ഇതാണ് നമ്മുടെ എന്തിൻ്റെ ഘടന? നാഡീകോശത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് മൈലിൻ ഷീറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം എന്താണ് മൈലിൻ ഷീറ്റ് എന്ന് നോക്കാം. മിക്ക ആക്സോണുകളെയും ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലമാണ് മൈലിൻ ഷീറ്റ്. അപ്പോൾ മൈലിൻ ഷീറ്റിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ മിക്ക എന്തിനേയും ആക്സോണുകളെയും ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നമ്മുടെ നാഡി. അപ്പോൾ ആക്സോണുകൾ, അതായത് ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി. മിക്ക ആക്സോണുകളും എന്താണ്? നമ്മൾ പറഞ്ഞു ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലം. അതിനെ നമ്മൾ എന്തെന്നാണ് പറഞ്ഞത്? അതാണ് മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞു. ഇനി ഒരു കൂട്ടം ആക്സോണുകൾ ചേർന്നാൽ എന്തുണ്ടാവും? നാഡിയാകും, നാഡികൾ ഉണ്ടായിരിക്കുന്നത്. നാഡിയിലെ മൈലിൻ ഷീറ്റ് രൂപപ്പെട്ടിരിക്കുന്നത് ശ്വാൻ കോശങ്ങളാലാണ്. അപ്പോൾ ഈ നാഡിയിൽ മൈലിൻ ഷീറ്റ് രൂപപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ശ്വാൻ കോശങ്ങളാലാണ് നാഡിയിൽ എന്ത് രൂപപ്പെട്ടിരിക്കുന്നത്? മൈലിൻ ഷീറ്റ് രൂപപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകളാലാണ്. അപ്പോൾ നമ്മുടെ സുഷുമ്നയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകളാലാണ്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. എങ്ങനെയാണ് ചോദിക്കുന്നത്? മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏതുകൊണ്ടാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ കൊണ്ടാണ്. നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സവിശേഷ കോശങ്ങൾ ഏതൊക്കെയാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റ്, ശ്വാൻ കോശങ്ങൾ എന്നിവയാണ് നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സവിശേഷ കോശങ്ങളെന്ന് പറയുന്നത്. അതിൽ ഒളിഗോഡെൻഡ്രോസൈറ്റ് നമ്മൾ പറഞ്ഞു മസ്തിഷ്കത്തിലും സുഷ്മിനയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ആരെ കൊണ്ടാണ്? നമ്മുടെ ഒളിഗോഡെൻഡ്രോസൈറ്റുകളെ കൊണ്ടാണ്. ഈ ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ അതുപോലെ ശ്വാൻ കോശങ്ങൾ ഇവ എന്ത് ചെയ്യുന്നു? നമ്മുടെ നാഡീകോശങ്ങൾക്ക് എന്ത് കൊടുക്കുന്നു? സംരക്ഷണം നൽകുന്നു. ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ ആണ് നിർമ്മിക്കുന്നത്. അതാണെന്ത്? അങ്ങനെ നിർമ്മിക്കുന്നതാണ് നമ്മുടെ മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പല തവണ പൊതിഞ്ഞോ നിർമ്മിക്കുന്നതാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈലിൻ ഷീറ്റ് എന്ത് ചെയ്യുന്നു? ഒളിഗോഡെൻഡ്രോസൈറ്റിനെ പലതവണ പൊതിഞ്ഞോ അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ ആണ് നിർമ്മിക്കുന്നത്. അങ്ങനെ നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? മൈലിൻ ഷീറ്റ് കൊണ്ടാണ് ഈ ഒളിഗോഡെൻഡ്രോസൈറ്റുകളെയൊക്കെ പൊതിഞ്ഞ് നിർമ്മിച്ചിരിക്കുന്നത്.
ഇനി മൈലിൻ ഷീത്തിൻ്റെ നിറം എന്താണ്? എന്ത് നിറമാണ് മൈലിൻ ഷീത്തിനുള്ളത്? മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണുള്ളത്. അപ്പോൾ മൈലിൻ ഷീത്തിൻ്റെ നിറം ചോദിച്ചാൽ എന്താണ്? നല്ല തിളങ്ങുന്ന വെള്ള നിറമാണ് ആർക്കുള്ളത്? മൈലിൻ ഷീത്തിനുള്ളത്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. അപ്പോൾ മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? വൈറ്റ് മാറ്റർ എന്ന് പറയുന്നു. മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? അതിനെയാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. അപ്പം മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്ററാണ്. മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഗ്രേ മാറ്ററാണ്. ഇനി മൈലിൻ ഷീറ്റിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. മൈലിൻ ഷീറ്റിൻ്റെ പ്രധാന ധർമ്മങ്ങൾ: ആക്സോണിന് പോഷക ഘടകങ്ങൾ അതുപോലെ ഓക്സിജൻ തുടങ്ങിയവ നൽകുക എന്നത് ആരുടെ ധർമ്മമാണ്? മൈലിൻ ഷീത്തിൻ്റെ ധർമ്മമാണ്. അപ്പോൾ ആക്സോണിന് എന്തൊക്കെ നൽകുന്നു? പോഷക ഘടകങ്ങൾ എത്തിക്കുന്നു. അതുപോലെ ഓക്സിജൻ നൽകുന്നതും ആരാണ്? മൈലിൻ ഷീത്താണ്. ഇനി ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. അപ്പോൾ രണ്ടാമത്തെ ധർമ്മം ഏതാണ്? ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. മൂന്നാമത് പറയുന്നു വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക. അപ്പോൾ മൈലിൻ ഷീത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മമാണ് എന്ത്? ഒരു വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. ഇതും ആരുടെ ധർമ്മമാണ്? മൈലിൻ ഷീറ്റിൻ്റെ ധർമ്മമാണ്. അപ്പോൾ പ്രധാനമായിട്ടും 4 ധർമ്മങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? ആക്സോണിനെ പോഷക ഘടകങ്ങളും ഓക്സിജനും എത്തിക്കുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, അതുപോലെ ഒരു വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക. പിന്നെന്താണ് പറഞ്ഞത്? ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. ഇവയൊക്കെ ആരുടെ ധർമ്മമാണ്? മൈലിൻ ഷീത്തിൻ്റെ പ്രധാന ധർമ്മങ്ങളാണ്. അടുത്ത് നമ്മൾ പറയുന്നത് സന്ദേശങ്ങളുടെ രൂപപ്പെടൽ. നാഡീവ്യവസ്ഥാ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്നത് സന്ദേശങ്ങളിലൂടെയാണ്. അപ്പോൾ നമ്മുടെ നാഡീവ്യവസ്ഥാ നിയന്ത്രണം അതുപോലെ ഏകോപനം ഇവ സാധ്യമാകുന്നത് എന്തിലൂടെയാണ്? സന്ദേശങ്ങളിലൂടെയാണ്. നാഡീവ്യവസ്ഥയിലൂടെ വൈദ്യുത പ്രവാഹമായി സന്ദേശങ്ങൾ പ്രവഹിക്കുന്നു. അപ്പോൾ ഈ നാഡീവ്യവസ്ഥയിലൂടെ എന്ത് ചെയ്യുന്നു? വൈദ്യുത പ്രവാഹമായിട്ടാണ് സന്ദേശങ്ങൾ പ്രവഹിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നാഡീവ്യവസ്ഥ നിയന്ത്രണവും ഏകോപനവും സാധ്യമാകുന്നത് എന്തിലൂടെയാണ്? സന്ദേശങ്ങളിലൂടെയാണെന്ന് പറഞ്ഞു. നാഡീവ്യവസ്ഥയിൽ എങ്ങനെയാണ് സന്ദേശങ്ങൾ പ്രവഹിക്കുന്നത്? വൈദ്യുത പ്രവാഹമായിട്ടാണ് നാഡീവ്യവസ്ഥയിൽ സന്ദേശങ്ങൾ പ്രവഹിക്കുന്നത്. നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നതിന് കാരണം എന്താണ്? അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ നാഡീകോശത്തിൻ്റെ ഈ അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസം കൊണ്ട് നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് എന്ത് ചാർജാണ്? കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജുമാണ് നിലനിൽക്കുന്നത്. ഇതിനുള്ള കാരണമാണ് എന്തെന്ന് നമ്മൾ പറഞ്ഞു. അത് അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ് നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഉദ്ദീപിക്കപ്പെടുമ്പോൾ ചാർജുകൾക്കുണ്ടാകുന്ന മാറ്റം ഏത് തരത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നാഡീകോശത്തിന് കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും ഉണ്ട്. ഇനി ഈ നാഡീകോശങ്ങൾ ഉദ്ദീപിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? ചാർജുകൾക്ക് വ്യതിയാനം സംഭവിക്കുന്നു. എങ്ങനെയാണ്? ഉദ്ദീപിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാകുന്നതിനാൽ കോശസ്തരത്തിന് പുറത്ത് എന്ത് ചാർജാവും?
നെഗറ്റീവ് ചാർജും അകത്ത് പോസിറ്റീവ് ചാർജും ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ എന്താണ് നാഡീകോശങ്ങൾ ഉദ്ദീപിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, അയോണുകൾ വ്യത്യാസപ്പെടുന്നു. അങ്ങനെ അയോണുകളുടെ വ്യത്യാസം മൂലം എന്ത് സംഭവിക്കും, അയോണുകളുടെ വ്യത്യാസം മൂലം കോശസ്തരത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് എന്ത് ചാർജും നിലനിൽക്കുന്നു, എന്ത് ചാർജുമാകുന്നു, നമ്മുടെ നെഗറ്റീവ് ചാർജും ഉണ്ടാകുന്നു. നാഡീകോശത്തിലൂടെ പ്രേക്ഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾക്ക് പറയുന്നതാണ് നാഡീയ ആവേഗങ്ങൾ. അപ്പം നാഡീകോശത്തിലൂടെ പ്രേക്ഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളെ പറയുന്ന പേരെന്താണ്, നാഡീയ ആവേഗങ്ങൾ എന്നാണ് പറയുന്നത്. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. അപ്പം സിനാപ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, എങ്ങനെയാണ് കാണപ്പെടുന്നത്, രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ അല്ലെങ്കിൽ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ എന്തു പറയും, സിനാപ്സ് എന്ന് പറയുന്നത്. ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് നാഡീയ പ്രേക്ഷകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നാഡീയ പ്രേക്ഷകങ്ങൾ എന്ന് പറഞ്ഞാൽ, ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ എവിടെ എത്തും, നമ്മുടെ സിനാപ്റ്റിക് നോബിലെത്തും. സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ സിനാപ്റ്റിക് വിടവിലേക്ക് ഒരു രാസവസ്തു സ്രവിക്കും. അങ്ങനെയുള്ള രാസവസ്തുക്കൾക്ക് പറയുന്ന പേരാണ് നാഡീയ പ്രേക്ഷകങ്ങൾ. നാഡീയ പ്രേക്ഷകങ്ങൾ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുത ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ എന്തായി നാഡീയ പ്രേക്ഷകങ്ങൾ ചെയ്യുന്നത്, നാഡീയ പ്രേക്ഷകങ്ങൾ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ എന്ത് ചെയ്യുന്നു, ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ അവിടെ എന്തുണ്ടാകും, പുതിയ വൈദ്യുത ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. നാഡീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്, അസറ്റൈൽ കൊളീൻ, ഡോപ്പമിൻ എന്നിവ നാഡീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നാഡീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്, അസറ്റൈൽ കൊളീൻ, അതുപോലെ നമ്മുടെ ഡോപ്പമിൻ എന്നിവ എന്താണ്, നാഡീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി സിനാപ്സുകളുടെ ധർമ്മം എന്തെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് സിനാപ്സുകളുടെ ധർമ്മം? ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് ആര് ചെയ്യുന്നത്, ഈ സിനാപ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ ആവേഗങ്ങളുടെ വേഗത അതുപോലെ ദിശ എന്നിവ ക്രമീകരിക്കുന്നത് ആരാണ്, നമ്മുടെ സിനാപ്സുകളാണ് ചെയ്യുന്നത്. വിവിധ ഇനം നാഡീകോശങ്ങൾ ഏതൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. വിവിധ ഇനം നാഡീകോശങ്ങൾ ഏതൊക്കെയാണ്? സന്ദേശദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സന്ദേശദിശയ്ക്കനുസരിച്ച് നമ്മുടെ നാഡീകോശങ്ങളെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സംവേദ നാഡീകോശങ്ങളും പ്രേരക നാഡീകോശങ്ങളും. അപ്പം നമ്മൾ നാഡീകോശങ്ങളെ എങ്ങനെയാണ് സന്ദേശദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്, രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ്? അത് ഒന്നാമത്തേത് ഏതാണ്, നമ്മുടെ സംവേദ നാഡീകോശം. രണ്ടാമത്തേത് പ്രേരക നാഡീകോശം. അകത്തേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദ നാഡീകോശം. അപ്പോൾ സംവേദ നാഡീകോശങ്ങളുടെ പ്രത്യേകത മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും, നമ്മുടെ മസ്തിഷ്കത്തിലും അതുപോലെ എവിടെയും സുഷുമ്നയിലെയും എന്ത് ചെയ്യുന്നു, സന്ദേശങ്ങളെ
വഹിക്കുന്ന നാഡീകോശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സംവേദ നാഡീകോശങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ സംവേദ നാഡീകോശങ്ങളാണ് മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും ആരെ വഹിക്കുന്നത്? സന്ദേശങ്ങളെ വഹിക്കുന്നത്. അവയാണ് സംവേദ നാഡീകോശങ്ങൾ. ഇനി മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന നാഡീകോശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രേരക നാഡീകോശങ്ങളെന്ന് പറയുന്നു. അപ്പോൾ പ്രേരക നാഡീകോശങ്ങൾ എന്താ ചെയ്യുന്നത്? മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങളെ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ആര്? പ്രേരക നാഡീകോശങ്ങൾ. ഇനി മസ്തിഷ്കത്തിലും സുഷുമ്നയിലും സന്ദേശങ്ങളെ വഹിക്കുന്നത് ആരാണ്? അത് സംവേദ നാഡീകോശങ്ങളാണ്. ഈ മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നുള്ള സന്ദേശങ്ങളെ വിവിധ അവയവങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? അത് പ്രേരക നാഡീകോശങ്ങളാണ്. നാഡികളും പ്രത്യേകതകളുമാണ് അടുത്ത് നമ്മൾ പറയുന്നത്. സംവേദ നാഡി അതുപോലെ സംവേദ നാഡീ തന്തുക്കൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. ഇനി പ്രേരക നാഡി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പ്രേരക നാഡീ തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു. ഇനി സമ്മിശ്ര നാഡി എന്ന് പറയുന്നത് സംവേദ നാഡീ തന്തുക്കളും പ്രേരക നാഡീ തന്തുക്കളും ചേർന്ന് ഉണ്ടാകുന്നതാണ് സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നാഡികളും അവരുടെ പ്രത്യേകതയുമാണ് നമ്മൾ പറയുന്നത്. അതിൽ സംവേദ നാഡി എന്ന് പറഞ്ഞാൽ സംവേദ നാഡീ തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു, പ്രേരക നാഡീ തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു, സമ്മിശ്ര നാഡി സംവേദ നാഡീ തന്തുക്കളും പ്രേരക നാഡീ തന്തുക്കളും ചേർന്നുണ്ടാകുന്നു. ഇനി ഓരോന്നിൻ്റെയും ധർമ്മമാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ്? സംവേദ നാഡിയുടെ ധർമ്മം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നത് ആരാണ്? നമ്മുടെ സംവേദ നാഡികളാണ്. അപ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ എവിടെ എത്തിക്കുന്നു? മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നു. ആരാണ്? സംവേദ നാഡികൾ. ഇനി രണ്ടാമത്തേത് ഏതാണ്? രണ്ടാമത്തെ പ്രേരക നാഡി. പ്രേരക നാഡിയുടെ ധർമ്മം എന്താണ്? തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? അത് നമ്മുടെ പ്രേരക നാഡിയാണ്. അപ്പോൾ പ്രേരക നാഡിയുടെ പ്രത്യേകത ധർമ്മമാണ് നമ്മൾ പറഞ്ഞത്. തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ എവിടെ എത്തിക്കുന്നു? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. ആര്? പ്രേരക നാഡിയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു എന്താണ്? സമ്മിശ്ര നാഡി. എന്താണ് സമ്മിശ്ര നാഡിയുടെ പ്രത്യേകത? തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നത് ആരാണ്? അത് നമ്മുടെ സമ്മിശ്ര നാഡിയാണ്. അപ്പോൾ തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും ഈ തലച്ചോറിൽ നിന്നും സുഷുമ്നയിലേക്കുമുള്ള സന്ദേശങ്ങളെ തിരിച്ചും എന്ത് ചെയ്യുന്നു? വിനിമയം ചെയ്യുന്നത് ആരാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മിശ്ര നാഡിയിൽ എന്ത് ചെയ്യുന്നു? ആവേഗങ്ങളെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നത് ആരാണ്? അത് നമ്മുടെ സമ്മിശ്ര നാഡികളാണ്. ഇനി നമ്മൾ നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. നാഡീവ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നിവയാണ് നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ. അപ്പോൾ നാഡീവ്യവസ്ഥയെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്താണ്? കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ. മസ്തിഷ്കം, സുഷുമ്ന എന്നിവ അടങ്ങുന്ന നാഡീവ്യവസ്ഥയാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. അപ്പോൾ കേന്ദ്രമാണ് നമ്മുടെ മസ്തിഷ്കവും സുഷുമ്നയും. അപ്പോൾ അതിലെന്തുണ്ട്? കേന്ദ്ര നാഡീവ്യവസ്ഥയിലാണ് ഇവ രണ്ടുമുള്ളത്. മസ്തിഷ്കം, സുഷുമ്ന എന്നിവ അടങ്ങുന്ന വ്യവസ്ഥയാണ് ഏത്? കേന്ദ്ര നാഡീവ്യവസ്ഥ. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും ചേർന്ന നാഡീവ്യവസ്ഥയാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ്?
അത് 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും ചേർന്ന നാഡീവ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. ഇനി നമ്മൾ പറഞ്ഞു ശിരോനാഡികളുടെ എണ്ണം എത്രയാണ്? എത്ര ശിരോനാഡികളുണ്ട്? 12 ശിരോനാഡികളുണ്ട്. എത്ര സുഷുമ്നാ നാഡികളുണ്ട്? 31 ജോഡി സുഷുമ്നാ നാഡികളുണ്ട്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം ആരാണ്? അത് മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. തലയോട്ടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത്. അപ്പം മസ്തിഷ്കം എവിടെയായിരിക്കുന്നത്? നമ്മുടെ തലയോട്ടിനുള്ളിലാണ്. ആരെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്? ഈ മസ്തിഷ്കത്തെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്ന 3 സ്തരമുള്ള പാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. അപ്പം നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നത്? തലയോട്ടിനുള്ളിൽ സംരക്ഷിച്ചിരിക്കുകയാണ്. ഈ തലയോട്ടിക്കുള്ളിൽ എങ്ങനെയാണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന 3 സ്തരത്തിലുള്ള പാളികളുണ്ട്. ഈ പാളിക്ക് പറയുന്ന പേരാണ് മെനിഞ്ചസ്. അപ്പം മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന 3 സ്തരമുള്ള പാളികൾക്ക് പറയുന്ന പേരെന്താണ്? അതാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും നിറഞ്ഞിരിക്കുന്ന ഒരു ദ്രാവകമുണ്ട്. ആ ദ്രാവകത്തിന് പറയുന്ന പേരാണ് സെറിബ്രോസ്പൈനൽ ദ്രാവകം. അപ്പോൾ സെറിബ്രോസ്പൈനൽ ദ്രാവകം എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ഏതിനകത്താണ്? നമ്മുടെ മസ്തിഷ്കത്തിനകത്ത്. എവിടെയായിട്ട്? മെനിഞ്ചസിനുള്ളിലായിട്ട്. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലുമാണ് എന്ത് നിറഞ്ഞിരിക്കുന്നത്? ഈ സെറിബ്രോസ്പൈനൽ ദ്രവം കാണപ്പെടുന്നത്. രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന സെറിബ്രോസ്പൈനൽ ദ്രവം തിരികെ എവിടേക്ക് തന്നെ ചെന്ന് ചേരുന്നു? എവിടേക്കാണ് പോകുന്നത്? രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യുന്നു. അപ്പോൾ രക്തത്തിലേക്ക് എന്ത് ചെയ്യുന്നു? സെറിബ്രോസ്പൈനൽ ദ്രാവകം രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്നു. അത് തിരിച്ചെവിടെ തന്നെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു? രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇനി സെറിബ്രോസ്പൈനൽ ദ്രവത്തിന് ചില ധർമ്മങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ആ ധർമ്മം എന്നാണ് നമ്മൾ നോക്കുന്നത്. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക. അതാരാ ചെയ്യുന്നത്? ഈ സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മമാണ്. എന്ത് ചെയ്യുന്നു? മസ്തിഷ്ക കലകൾക്ക് ആവശ്യമായ പോഷണവും ഓക്സിജനും ഒക്കെ നൽകുന്നത് ആരാണ്? സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക. ഇതും ആരുടെ ജോലിയാണ്? നമ്മുടെ സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മമാണ്. മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക. ഇനി മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇടിച്ച് ക്ഷതം പറ്റിയാൽ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. ഇനി മസ്തിഷ്കത്തിൻ്റെ ഘടനയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മസ്തിഷ്കത്തിൻ്റെ ഘടന. ഇവിടെ മസ്തിഷ്കത്തിൻ്റെ ഘടനയിൽ ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് സെറിബ്രത്തെക്കുറിച്ചാണ്. സെറിബ്രം മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? സെറിബ്രം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. അപ്പോൾ സെറിബ്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലുതാണ്. വലുതായതുകൊണ്ട് തന്നെ നമ്മൾ ഒടിച്ചു മടക്കിയൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് ആലോചിക്കുക. ധാരാളം എന്തുണ്ട്? ചുളിവുകളും മടക്കുകളും എവിടെയുണ്ട്? സെറിബ്രത്തിലുണ്ട്. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയും? കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്നും വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ അല്ലെങ്കിൽ സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള, അപ്പോൾ സെറിബ്രത്തിൻ്റെ ഏത് നിറമാണ്? കോർട്ടക്സ് എന്ന് പറയുന്നത്. ചാരനിറമുള്ള പുറം ഭാഗമാണ് കോർട്ടക്സ്. ഇനി വെളുത്ത നിറമുള്ള ഉൾഭാഗം സെറിബ്രത്തിൻ്റെ ഉൾഭാഗത്തിന് പറയുന്നത് മെഡുല. ഈ ഉൾഭാഗത്തെ നിറം എന്താണ്? അത് വെളുത്ത നിറമാണ്. ഉൾഭാഗത്ത് വെളുത്ത നിറമാണ്, പുറം ഭാഗത്ത് ചാരനിറമാണ്. ചാരനിറമുള്ള ഭാഗത്തെ നമ്മൾ കോർട്ടക്സ് എന്ന് പറയും. ഇനി വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയും? മെഡുല എന്നും പറയുന്നു. ചിന്ത, ഓർമ്മ, ബുദ്ധി, ഭാവന ഇവയുടെയൊക്കെ കേന്ദ്രം ഏതാണ്? സെറിബ്രമാണ്. അപ്പോൾ നമ്മുടെ സെറിബ്രത്തിലാണ് നമ്മുടെ ചിന്ത ഉണ്ടാകുന്നത്. അതുപോലെ എന്താണ്? നമ്മുടെ ബുദ്ധി, ഓർമ്മ, ഭാവന ഇതൊക്കെ ആരുടെ കയ്യിലായിരിക്കുന്നത്? സെറിബ്രത്തിൻ്റെ
സെറിബ്രമാണ് ഇതിൻ്റെയൊക്കെ കേന്ദ്രം. നമുക്ക് ചിന്തിക്കാനും നമ്മുടെ ബുദ്ധിക്കും ഓർമ്മയ്ക്കുമൊക്കെ എന്താണ് അതെല്ലാം കാരണമാകുന്നത് ആരാണ്? സെറിബ്രമാണ്. ഇനി ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നതാരാണ്? ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നതും സെറിബ്രമാണ്. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു. അതുപോലെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നതും ആരാണ്? സെറിബ്രമാണ്. അപ്പോൾ സെറിബ്രത്തിൻ്റെ ധർമ്മം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. അവിടെ എന്തൊക്കെ കാണപ്പെടുന്നു? ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. ഇനി സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള ഭാഗം ഏതാണ്? അത് പുറം ഭാഗമാണ്. അതിന് നമ്മൾ എന്ത് പേര് പറയും? കോർട്ടെക്സ് എന്ന് പറയും. ഇനി ഇതിൻ്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നു? മെഡുല എന്ന് പറയുന്നു. ഇനി നമ്മുടെ ചിന്തയും ഓർമ്മ, ബുദ്ധി, ഭാവന ഇതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? സെറിബ്രത്തിൽ നിന്നാണ്. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാകുന്നത് എവിടെയാണ്? അതും സെറിബ്രത്തിലാണ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ഇച്ഛയോടുകൂടിയ ചലനങ്ങളെ നിയന്ത്രിക്കുന്നതൊക്കെ ആരാണ്? സെറിബ്രമാണ്. രണ്ടാമത് നമ്മൾ പറയുന്നത് ആരാണ്? സെറിബെല്ലമാണ്. സെറിബെല്ലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ നമുക്ക് പറയാം? മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. അപ്പം നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗം ആരാണ്? അത് സെറിബെല്ലമാണ്. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്നു. അപ്പോൾ സെറിബെല്ലം എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ സെറിബ്രത്തിന് പിന്നിൽ താഴെയായിട്ട് 2 ദളങ്ങളായി കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? സെറിബെല്ലം. ചുളിവുകളും ചാലുകളുമുണ്ട്. സെറിബെല്ലത്തിൽ എന്താ ഉള്ളത്? ചാലുകളാണുള്ളത്. നമ്മൾ സെറിബ്രമാണെങ്കിൽ അവിടെ എന്തുണ്ട്? ധാരാളം ചുളിവുകളും മടക്കുകളുമുണ്ട്. വലുതായതുകൊണ്ട് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? സെറിബെല്ലത്തിൽ ധാരാളം ചുളിവുകളും ചാലുകളുമുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നത് ആരാണ്? നമ്മുടെ സെറിബെല്ലമാണ്. അപ്പോൾ പേശി പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നത് ആരാണ്? സെറിബെല്ലമാണ്. അപ്പോൾ ഇതാണ് സെറിബെല്ലത്തിൻ്റെ പ്രത്യേകത. അടുത്ത് നമ്മൾ പറയുന്നത് തലാമസ് ആണ്. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് ഏത്? തലാമസ് എന്ന് പറയുന്നത്. അപ്പോൾ തലാമസ് കാണപ്പെടുന്നത് നമ്മുടെ സെറിബ്രത്തിന് താഴെയായിട്ടാണ് തലാമസ് കാണപ്പെടുന്നത്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണവും നടക്കുന്ന കേന്ദ്രം എവിടെയാണ്? അത് തലാമസിലാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ചിട്ട് പ്രാധാന്യമുള്ളവയാണെങ്കിൽ അവയെ എങ്ങോട്ട് കടത്തിവിടും? നമ്മുടെ സെറിബ്രത്തിലേക്ക് കടത്തിവിടുന്നത് ആരാണ്? തലാമസാണ്. അപ്പോൾ തലാമസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം ഏതാണ്? തലാമസാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ എവിടേക്ക് അയക്കുന്നു? സെറിബ്രത്തിലേക്ക് അയക്കുന്നത് നമ്മുടെ തലാമസാണ്. അടുത്ത് നമ്മൾ പറയുന്നത് മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റ എന്താ ചെയ്യുന്നത്? സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണുന്നു. അപ്പം മെഡുല ഒബ്ലാങ്കേറ്റ കാണപ്പെടുന്നത് ദണ്ഡാകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സെറിബ്രത്തിന് ചുവടെയായിട്ട് സെറിബെല്ലത്തോട് ചേർന്നാണ് ഏത് കാണപ്പെടുന്നത്? നമ്മുടെ മെഡുല ഒബ്ലാങ്കേറ്റ ഒരു ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാരാണ്? മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അപ്പം മെഡുല ഒബ്ലാങ്കേറ്റയുടെ ജോലി എന്താണ്? നമ്മുടെ ഹൃദയസ്പന്ദനം, അതുപോലെ ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാരാണ്? മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അപ്പം ഇതാണ് മെഡുല ഒബ്ലാങ്കേറ്റയുടെ പ്രത്യേകത. ഇനി നമ്മൾ ലാസ്റ്റ് പറയുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നു? എവിടെയാണ് കാണപ്പെടുന്നത്? തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു ആരാ?
ഹൈപ്പോതലാമസ്. അപ്പോൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സമസ്ഥിതി പരിപാലനത്തിന് പങ്ക് വഹിക്കുന്ന നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? അതാണ് ഹൈപ്പോതലാമസ്. അപ്പോൾ തലാമസിന് തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്നു. ഇതിൻ്റെ ജോലി എന്താണ്? ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നതാണ് നമ്മുടെ ഹൈപ്പോതലാമസ്. അടുത്ത് നമ്മൾ പറയുന്നത് സുഷുമ്നയെക്കുറിച്ചാണ്. സുഷുമ്ന മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുമ്ന. അപ്പോൾ മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാരാണ്? അതാണ് സുഷുമ്ന. നട്ടെല്ലിനുള്ളിൽ സംരക്ഷിക്കപ്പെടുന്ന സുഷുമ്നയെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മെനിഞ്ചസ് പറഞ്ഞു. നമ്മൾ പറഞ്ഞു നമ്മുടെ തലച്ചോറിൻ്റെ നമ്മുടെ തലയോട്ടിയിലുള്ളിൽ ആരെയാണ്? നമ്മളെ തലച്ചോറിനെ സംരക്ഷിക്കുന്നത് ആരാന്ന് പറഞ്ഞു? ആ ഒരു ആവരണമാണ് മെനിഞ്ചസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? നട്ടെല്ലിനുള്ളിൽ സംരക്ഷിക്കപ്പെടുന്ന സുഷുമ്നയെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഏത്? നമ്മുടെ മെനിഞ്ചസ് എന്ന് പറയുന്നത്. സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. അപ്പോൾ സുഷുമ്നയുടെ പുറത്ത് എന്താണ്? വൈറ്റ് മാറ്ററാണ്. സുഷുമ്നയുടെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നത് എന്താണ്? ഗ്രേ മാറ്ററും ആണ്. അപ്പോൾ ഇനി അടുത്ത് പറയുന്നത് എന്താണ്? സുഷുമ്നയുടെ ഉള്ളിൽ സെറിബ്രോസ്പൈനൽ ദ്രവം കാണപ്പെടുന്ന ഭാഗമാണ് സെൻട്രൽ കനാൽ. അപ്പോൾ സുഷുമ്നയുടെ ഉള്ളിൽ എന്താണ്? സുഷുമ്നയുടെ ഉള്ളിൽ ഒരു ദ്രവമുണ്ട്. ആ ദ്രവത്തിന് പറയുന്ന പേരാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. ഈ സെറിബ്രോസ്പൈനൽ ദ്രവം എവിടെയാണ് കാണപ്പെടുന്നത്? സെൻട്രൽ കനാൽ എന്ന് പറയുന്ന ഭാഗത്താണ് എന്ത് കാണപ്പെടുന്നത്? സെറിബ്രോസ്പൈനൽ ദ്രവം കാണപ്പെടുന്നത്. സുഷുമ്നയിൽ നിന്നും 31 ജോഡി സുഷുമ്നാ നാഡികൾ പുറപ്പെടുന്നു. അപ്പോൾ സുഷുമ്നയിൽ എത്ര നാഡികളുണ്ട്? 31 ജോഡി സുഷുമ്നാ നാഡികളാണ് എവിടെയുള്ളത്? നമ്മുടെ സുഷുമ്നയിലുള്ളത്. അപ്പോൾ സുഷുമ്നയിൽ നിന്ന് പുറപ്പെടുന്ന നാഡികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പറയണം? 31 ജോഡിയാണ് സുഷുമ്നാ നാഡികളുള്ളത്. ഓരോ സുഷുമ്നാ നാഡിയും ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ സുഷുമ്നാ നാഡിയും നമ്മൾ പറഞ്ഞു 31 ജോഡി സുഷുമ്നാ നാഡികൾ സുഷുമ്നയിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. ഈ ഓരോ സുഷുമ്നാ നാഡിയും ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ സുഷുമ്നാ നാഡിയും എന്ത് ചേർന്നാണ് ഉണ്ടാകുന്നത്? ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. സംവേദ ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും പ്രേരക ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു? ഏതിലൂടെയാണ്? വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ സുഷുമ്നയിലൂടെ എന്ത് ചെയ്യപ്പെടുന്നു? അതായത് സുഷുമ്നാ നാഡിയിൽ 2 തരത്തിലുള്ള ആവേഗങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓരോ സുഷുമ്നാ നാഡിയിലും എന്തൊക്കെയാണ്? ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. ഇവ എന്ത് ചെയ്യുന്നു? ഇതിൽ സംവേദ ആവേഗങ്ങൾ ഏതിലൂടെയാണ് പോകുന്നത്? ഡോർസൽ റൂട്ടിലൂടെ എങ്ങോട്ട് പോകും? സുഷുമ്നയിലേക്ക് പോകും. നമ്മൾ ഡോറിലൂടെ അല്ലേ പോകുന്നത്. അപ്പോൾ സംവേദ ആവേഗങ്ങൾ ഏത് വഴി? ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും. ഈ പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പോകുന്നു. അപ്പോൾ വെൻട്രൽ എന്ന് പറഞ്ഞാൽ വെളിയിലോട്ട് പോകുന്നു എന്ന് ആലോചിക്കുക. ഡോർസലിലൂടെ എന്ത് ചെയ്യുന്നു? ആവേഗങ്ങൾ അകത്തോട്ടും പോകുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേക്ഷണം ചെയ്യുന്നതും നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതും ആരാണ്? സുഷുമ്നയാണ്. അപ്പോൾ സുഷുമ്ന എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും എന്ത് ചെയ്യുന്നു? പ്രേക്ഷണം ചെയ്യുന്നു. അതുപോലെ എന്തൊക്കെയാണ്? ഓട്ടം, നടത്തം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനത്തെ എന്ത് ചെയ്യുന്നു? ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതാരാണ്? സുഷുമ്നയാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്.
ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണ പ്രവർത്തനങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇച്ഛാനുസരണമില്ലാതെ, നമ്മൾ ആഗ്രഹിക്കാതെ എന്ത് ചെയ്യുന്നു? ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണ പ്രവർത്തനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? റിഫ്ലക്സ് പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നത് ഗ്രാഹികളാണ്. അപ്പോൾ ആവേഗങ്ങൾ, റിഫ്ലക്സ് പ്രവർത്തനങ്ങളിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് നമ്മൾ പറയുന്നത്. അവിടെ എന്താണ്? ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നത് ഗ്രാഹിയാണ്. ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്ന നാഡിയാണ് സംവേദനാഡി. സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്ന നാഡിയാണ് പ്രേരകനാഡി. സംവേദനാഡിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമേതാണ്? അതാണ് ഇൻ്റർന്യൂറോൺ. സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നത് ഇൻ്റർന്യൂറോൺ ആണ്. അപ്പോൾ നമ്മുടെ സംവേദനാഡിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശം ഏതെന്ന് ചോദിച്ചാൽ അതാണ് ഇൻ്റർന്യൂറോൺ. ഈ ഇൻ്റർന്യൂറോണിൻ്റെ പ്രത്യേകത എന്താ? സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതാരാ? ഇൻ്റർന്യൂറോൺ ആണ്. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരെന്താണ്? അതാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. റിഫ്ലക്സ് ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക്. പ്രധാനമായും റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി സുഷുമ്നയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം ആരാണ്? അത് സുഷുമ്നയാണ്. ഇത്തരം റിഫ്ലക്സുകൾ അറിയപ്പെടുന്നത് സ്പൈനൽ റിഫ്ലക്സ് എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രം ആരാണ്? സുഷുമ്നയാണ്. ഇത്തരം റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ അറിയപ്പെടുന്ന പേരെന്തെന്നാണ് പറഞ്ഞത്? സ്പൈനൽ റിഫ്ലക്സ് എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ റിഫ്ലക്സുകളും സുഷുമ്നയുടെ നിയന്ത്രണത്തിലാണോ? അല്ല. അപ്പോൾ എല്ലാ റിഫ്ലക്സുകളും എങ്ങനെയാണ്? നമ്മുടെ സുഷുമ്നയുടെ നിയന്ത്രണത്തിൽ അല്ല. അതുപോലെ നമുക്ക് എന്താണ്? സെറിബ്രൽ റിഫ്ലക്സുകളുണ്ട്. അപ്പോൾ സെറിബ്രൽ റിഫ്ലക്സ് എന്താണെന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സ് ആണ് സെറിബ്രൽ റിഫ്ലക്സ്. അപ്പോൾ സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അത് ആരുടെ നിയന്ത്രണത്തിലാണ്? അത് സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഉദാഹരണം, കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മുന്നു. അപ്പോൾ ഇതെന്തിനുദാഹരണമാണ്? ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? നമ്മുടെ സെറിബ്രൽ റിഫ്ലക്സ് ആണ്. അപ്പോൾ കണ്ണിൽ പ്രകാശം പതിക്കുമ്പോൾ, പെട്ടെന്ന് കണ്ണിൽ പ്രകാശം പതിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കണ്ണ് ചിമ്മുന്നു. ഇതൊരു സെറിബ്രൽ റിഫ്ലക്സ് ആണ്. അതുപോലെ തന്നെ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിന് നേരെ വരുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മുന്നു. അപ്പോൾ കണ്ണിന് നേരെ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ണ് ചിമ്മുന്നു. അതെന്തിനുദാഹരണമാണ്? സെറിബ്രൽ റിഫ്ലക്സിന് ഉദാഹരണമാണ്. ഇനി മദ്യവും റിഫ്ലക്സും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നോക്കുന്നത്. മദ്യം മസ്തിഷ്കത്തിലെ ഏത് നാഡീയ പ്രേക്ഷകത്തിൻ്റെ പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത്? അപ്പോൾ മദ്യം മസ്തിഷ്കത്തിലെ ഏത് നാഡീയ പ്രേക്ഷകത്തിൻ്റെ പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്. അപ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന് പറയുന്ന ആ ഒരു നാഡീയ പ്രേക്ഷകത്തിൻ്റെ പ്രവർത്തനത്തെ ആര് ത്വരിതപ്പെടുത്തും? ഈ മദ്യം ത്വരിതപ്പെടുത്തും. അപ്പോൾ മദ്യം ത്വരിതപ്പെടുത്തുന്ന നമ്മുടെ മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്. ശരീരത്തിൽ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് ഉയർന്ന അളവിലായാൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സംഭവിക്കും? നമ്മുടെ മസ്തിഷ്ക പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കും. റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കും. ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിന് തടസ്സമാകുന്നു. അപ്പോൾ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ എന്തൊക്കെ സംഭവിക്കും? മസ്തിഷ്ക പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കും. റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കും. ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളാൻ തടസ്സമാകുന്നു. ഇതൊക്കെയാണ് ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് കൂടിയാലുള്ള കുഴപ്പം.
ഇനി സ്വതന്ത്ര നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. അപ്പോൾ ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. അപ്പോൾ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ഈ സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്? ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും ചേർന്നതാണ് നമ്മുടെ സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? ഇവിടെ തന്നിട്ടുണ്ട്. സിമ്പത്തറ്റിക് എന്താണ്, പാരാസിമ്പത്തറ്റിക്കും എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, ഉമിനീർ ഉൽപാദനം കുറയുന്നു, ശ്വാസനാളം വികസിക്കുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു, മൂത്രാശയം പൂർവസ്ഥിതി പ്രാപിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് എവിടെ നടക്കുന്നത്? നമ്മുടെ സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ നടക്കുന്നത്. ഇനി പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ എന്തൊക്കെയാണ്? പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ വരുന്നത് ഏതൊക്കെയാണ്? കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. അപ്പോൾ നമ്മുടെ കണ്ണിലെ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? ചുരുങ്ങുന്നു. ഇവിടെ ഇപ്പുറത്തെ സിമ്പത്തറ്റിക്കിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. ഇവിടെ ചുരുങ്ങുന്നു. ഇനി ഉമിനീർ ഉൽപാദനം കൂടുന്നു. ഇവിടെയാണെങ്കിലോ സിമ്പത്തറ്റിക്കിൽ എന്ത് ചെയ്യുന്നു? ഉമിനീർ ഉൽപാദനം കുറയുന്നു. പാരയിലാണെങ്കിൽ എന്താണ്? പാരാസിമ്പത്തറ്റിക്കിൽ ഉമിനീർ ഉൽപാദനം കൂടുന്നു. ഇനി ശ്വാസനാളം വികസിക്കുന്നു. ഇവിടെ പാരാസിമ്പത്തറ്റിക്കിൽ എന്ത് സംഭവിക്കും? ശ്വാസനാളം സങ്കോചിക്കും. ഇനി സിമ്പത്തറ്റിക്കിൽ ഹൃദയമിടിപ്പ് കൂടുന്നു. ഇവിടെ പാരാസിമ്പത്തറ്റിക്കിൽ എന്ത് സംഭവിക്കും? ഹൃദയമിടിപ്പ് സാധാരണ നിലയിലേക്ക് ആകുന്നു. ഇനി ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നത് എവിടെയാണ്? സിമ്പത്തറ്റിക്കിലാണ്. ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകുന്നത് എവിടെയാണ്? പാരാസിമ്പത്തറ്റിക്കിലാണ്. ഇനി പാരാസിമ്പത്തറ്റിക്കിൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. അപ്പം നമ്മുടെ ഗ്ലൂക്കോസ് എന്തായി മാറും? ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് എവിടെയാണ്? പാരാസിമ്പത്തറ്റിക്കിൽ. ഇത് മറിച്ച് സിമ്പത്തറ്റിക്കിൽ എന്താ സംഭവിക്കുന്നത്? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റും. അപ്പോൾ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് സിമ്പത്തറ്റിക്കിൽ. പാരാസിമ്പത്തറ്റിക്കിലാവുമ്പോൾ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ഇനി കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നത് സിമ്പത്തറ്റിക്കിലാണെങ്കിൽ കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാകുന്നത് എവിടെയാണ്? അത് നമ്മുടെ പാരാസിമ്പത്തറ്റിക്കിലാണ്. അതുപോലെ തന്നെ മൂത്രാശയം എന്ത് ചെയ്യുന്നു? ചുരുങ്ങുന്നു. ഇതും ഏതിലാണ്? പാരാസിമ്പത്തറ്റിക്കിലാണ് നടക്കുന്നത്. മൂത്രാശയം പൂർവസ്ഥിതി പ്രാപിക്കുന്നത് എവിടെയാണ്? അത് സിമ്പത്തറ്റിക്കിലാണ്. അപ്പോൾ ഇതാണ് പാരാസിമ്പത്തറ്റിക്കും സിമ്പത്തറ്റിക്കും തമ്മിലുള്ള വ്യത്യാസങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അൽഷിമേഴ്സ്. അതിന് കാരണം എന്താണ്? മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതാണ് എന്തിന് കാരണം? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അൽഷിമേഴ്സിന് കാരണം. ഇനി ഇവിടെ എന്ത് സംഭവിക്കും? ന്യൂറോണുകൾ നശിക്കുന്നു. അപ്പം നമ്മുടെ അൽഷിമേഴ്സിൻ്റെ ഒന്നാമത്തെ കാരണം എന്താണ്? മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ ന്യൂറോണുകളൊക്കെ നശിക്കുന്നു. ഇനി ഇതിൻ്റെ ലക്ഷണം എന്തൊക്കെയാണ്? കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക. യാതൊരുവിധ ഓർമ്മയും ഉണ്ടാവത്തില്ല. കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക. നമ്മുടെ കൂട്ടുകാരെ, ബന്ധുക്കൾ ഇവരെയൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക. ഇതൊക്കെയാണ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അൽഷിമേഴ്സിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് ഏതാണ്? പാർക്കിൻസൺസ് രോഗമാണ്.
പാർക്കിൻസൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശമാണ് എന്തിന് കാരണമാകുന്നത്? പാർക്കിൻസൺസിന് കാരണമാകുന്നത്. അപ്പോൾ പാർക്കിൻസൺസിന് കാരണം എന്താണ്? നമ്മുടെ മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. അതുപോലെ തന്നെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. നമ്മുടെ തലച്ചോറിൽ എന്ത് കുറയുന്നു? ഡോപ്പമിൻ എന്ന് പറയുന്ന നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. ഇത് രണ്ടുമാണ് പാർക്കിൻസൺസിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ലക്ഷണം എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്? ഇതിൻ്റെ ലക്ഷണം ശരീരതുലന നില നഷ്ടപ്പെടുക, അതുപോലെ പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിൽ വിറയൽ, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക, ഇവയൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണ്? നമ്മുടെ പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അടുത്ത് നമ്മൾ പറയുന്നത് അപസ്മാരം. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അപസ്മാരം എന്ന് പറയുന്നത്. തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുക, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണമാണ്? അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഏതാണ് നമ്മൾ പറഞ്ഞു? നമ്മുടെ എന്തുകൊണ്ടുള്ള നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളാണ് അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം എന്നിവ. ഇനി നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റൊരു രോഗം കൂടി പറഞ്ഞിട്ടുണ്ട്, അതാണ് പേവിഷബാധ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ ബയോളജിയിൽ നിന്നുള്ള ഒന്നാമത്തെ ചാപ്റ്ററായ അറിയാനും പ്രതികരിക്കാനും എന്നതിലുള്ളത്. അപ്പോൾ ക്ലാസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.